കപ്പയ്ക്ക് കയ്പുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം രാവിലെ 4:15 ഞങ്ങളുടെ കപ്പയുടെ പ്രിപ്പറേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കപ്പയുടെ വെള്ളം ഇപ്പോൾ അടുപ്പത്ത് വെക്കും. 1.5 മണിക്കൂർ എടുക്കും എല്ലാം കൂടെ കഴിയുമ്പോൾ. നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്കിന് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ജോസ്ജാൻ കപ്പയുടെ വെള്ളത്തിൻ്റെ അടപ്പ് അടയ്ക്കുന്നു. ഇതിനി ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. ഇതൊരു നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അന്നേരം ഇതൊന്ന് തിളച്ച് വരണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. കപ്പ ഇന്നലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതാണ്. അത് വെള്ളത്തിലിട്ട് വെച്ചു. അതിപ്പം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടൊന്ന് കഴുകിയിട്ട് എടുക്കുകയാണ്. രാവിലെ സ്റ്റൂ ഉണ്ടാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അപ്പവും സ്റ്റൂവും പിന്നെ കപ്പയും മീനുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അന്നേരം സ്റ്റൂവിൻ്റെ പ്രിപ്പറേഷനാണ്. കപ്പയ്ക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കുകയാണ്. നമ്മുടെ മണിയണ്ണനാണ് അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പ രണ്ടും വാർന്നു വെച്ചിട്ടുണ്ട്. അച്ഛാ ഇതെടുക്കുമോ? ഇത് നമുക്ക് ആവശ്യം വരുമല്ലോ ഉടയ്ക്കാൻ. ഇത് പഴയ ഒരു അടുക്കളയാണ്. നമ്മുടെ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ അവരുടെ ക്യാമ്പസിനകത്താണിത്. ഇതിനകത്തൊരു 10,000, 2,000, 5,000 ഒക്കെ ആളുകൾ വരുമ്പം കുക്ക് ചെയ്യുന്ന ടൈപ്പ് അവരുടെ കിച്ചൺ വെസൽസും അതുപോലെ തന്നെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം നമ്മളും ഇവിടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളം മതി വെച്ചാൽ ഉപ്പിട്ടിച്ചിട്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വെച്ചു. കപ്പ ഇളക്കാൻ തയ്യാറായിട്ട് അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ, മുട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ? ജിൽ ജില്ലെന്നാ നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ വെച്ച മീൻകറിയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന്. ഓക്കെ, സെറ്റ്. കപ്പയുടെ കൂടെ ഒന്നുമല്ല. നമ്മൾ ഏകദേശം 15 കിലോ നെയ്മീനാണ് നമ്മൾ മേടിച്ചിരുന്നത്. അത് ഇന്നലെ തന്നെ നൈറ്റ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല കപ്പയുടെ കൂടെ ഒക്കെ നല്ല വേവിച്ച കപ്പയുടെ കൂടെ ഒക്കെ അടിപൊളി സാധനമാണ്. നമ്മുടെ കപ്പയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയും കപ്പയൊന്ന് ഊറ്റി കഴിഞ്ഞിട്ട് അമ്മമാരെ എടുത്ത് അതിനകത്തോട്ട് ഇടണം. ഈ വാർപ്പിനകത്താണ് നമ്മൾ അത് ഊറ്റാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എടുക്കാനും നോക്കത്തില്ല. ഇതാകുമ്പോൾ അതിൻ്റെ പിടിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. അല്ലെ ഭയങ്കര ചൂടായിരിക്കും. അടി കൂട്ടി ഇളക്കണം. സമയമെടുക്കും. തിളക്കാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും അല്ലേ ചാ? ഇതാണ് ഇച്ചിരി പണി. ഇതൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കുന്നത്. അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വെന്ത് നല്ല സൂപ്പർ കപ്പ. അതാണെങ്കിൽ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് രണ്ടാക്കി. അത് എടുത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും നമുക്ക്. നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 6 മണിയാകാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ
കപ്പ സ്റ്റൂ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ സ്റ്റൂ ആണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതന്നേരം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് വരും. കപ്പ 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 നല്ല അടിപൊളി കപ്പ, നല്ല വെന്ത് കിടുക്ക് കപ്പ. മീൻകറി ആണ്. അപ്പോൾ എല്ലാം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്.